ഹലോ ഗൈസ്, വെക്കേഷൻ ടൈമിനായിരുന്നു നീയന്റെ ബർത്ത്ഡേ. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാനും എന്റെ റൂംമേറ്റ്സും കൂടി അവളെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ട് അവൾ അറിയാണ്ടാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ആക്കണത്. അതുകൊണ്ട് തന്നെ കേക്ക് നമ്മൾ താഴെ റൂമിലാണ് വെച്ചത്. കൂടെ ഒരു ഗിഫ്റ്റും കൂടി ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതും താഴത്തെ റൂമിൽ തന്നെയാണ് വെച്ചത്. രാത്രി ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം എല്ലാവരും റൂമിൽ ഇരിക്കുന്ന ആ ടൈമിലാണ് ഞങ്ങൾ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നീയുടെ റൂം അപ്പുറത്തായതുകൊണ്ട് അവൾ വരുന്നുള്ള പേടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പടി വേഗം. വലിയ ആഡംബരമായ ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി ബാനറൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കേക്കും ഗിഫ്റ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഡെലിനെ ഇഷേനെ അസേനെ വിളിച്ച് അവിടെ റെഡി ആയിട്ട് ഇരുന്നോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുണ്ട്, ലൈറ്റ് ഓഫ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. കേക്കുമായിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടി അവളുടെ അടുത്തോട്ട് പോയപ്പോൾ അവളുടെ ചോദ്യം ഇത് ആറിന്റെ ബർത്ത്ഡേ ആണെന്ന്. അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, കാരണം ബർത്ത്ഡേ കഴിഞ്ഞ ഒരു മാസം ആയേ. സത്യം പറയില്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് അവളുടെ മുഖത്തെ സന്തോഷം നമുക്ക് ശരിക്കും കാണായിരുന്നു. പിന്നെ കേക്കുമായിട്ട് നമ്മുടെ റൂമിലോട്ട് കൊണ്ടുവന്നപ്പോൾ അവൾ അടുത്ത തെട്ടല്. പിന്നെ അങ്ങോട്ട് ക്യാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കേക്ക് മുറിയായി, കേക്ക് കഴിക്കലായി, അതായി ഇതായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങായി. പുള്ളിക്കാരി നെട്ടലോട് നെട്ടിലായിരുന്നു, കാരണം ഇതൊന്നും എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് കുറച്ചു നേരം അവളെ കൊണ്ട് തന്നെ എന്താന്ന് ഗസ് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കിയെങ്കിലും നടന്നില്ല. പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് അൺബോക്സ് ചെയ്തു. സംഭവം വേറൊന്നുമില്ല, മിനി കിച്ചൺ സെറ്റാണ്. എന്തോ കടയിൽ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവളെയാണ് ഓർമ്മ വന്നത്, അത് അങ്ങോട്ട് മേടിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.